നമസ്കാരം കുട്ടികളെ. സഫേദ് ഗുഡിൻ്റെ കഴിഞ്ഞ 2 ഭാഗങ്ങളിലായിട്ട് കുട്ടിയുടെ ആ വെള്ള ശർക്കര തിന്നാനുള്ള ആഗ്രഹവും അതിനു വേണ്ടിയിട്ട് അവൻ നടത്തിയ പ്രവർത്തനങ്ങളോ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ അവൻ തൻ്റെ ആ വെള്ള ശർക്കര കൈപ്പിടിയിലാക്കാനുള്ള യാത്രാമധ്യയാണ്. തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം. उसने पूरी आंख खोलकर बाहर का कुछ भी देखने की कोशिश नहीं की. അവൻ പൂരി ആങ്ക് കോൽക്കർ കണ്ണ് മുഴുവനായി തുറന്നിട്ട് ബാഹർ ക കുച്ച് ഭി ദേഖ്നെ കി കോശിഷ് നഹി കി, പുറമേയുള്ള ഒന്നും തന്നെ കാണാനായിട്ടുള്ള പരിശ്രമം നഹി കി ചെയ്തില്ല. അപ്പോൾ അവൻ പരിശ്രമിച്ചില്ല കണ്ണ് തുറന്ന് നോക്കാനായിട്ട് പുറമേക്ക്. ഓ അപ്നെ ഭീതർ ദേഖ് രഖാ താ, അവൻ തൻ്റെ ഭീതർ ഉള്ളിലേക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ജഹാൻ ഗഹറെ അന്ധേരെ മേം, ആ കൂരിരുട്ടിൽ, ഉള്ളിലെ കൂരിരുട്ടിൽ, അന്ധേര എന്ന് പറഞ്ഞാൽ ഇരുട്ട്. ചിൽമിലാത്ത പ്രകാശത്ത, ചിൽമിലാത്ത പ്രകാശം എന്ന് പറഞ്ഞാൽ മിന്നുന്ന പ്രകാശം, പിന്നുന്ന പ്രകാശം അവന് കാണാൻ കഴിഞ്ഞു. ഈശ്വർ കാ പ്രകാശ്, അത് ഈശ്വരൻ്റെ വെളിച്ചമായിരുന്നു. അത് ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈശ്വരനെ കാണാമെന്നാണ് നമ്മുടെ പൂർവികരൊക്കെ പറയുന്നത്. അപ്പോൾ നാം നമ്മിലേക്ക് തന്നെ നോക്കിയാണ് ഈശ്വരനെ കണ്ടെത്തേണ്ടതെന്നൊരു ചിന്തയാണ് നമുക്കിവിടെ ഭാരതത്തിലുള്ളത്. और उस प्रकाश के आगे, ആ പ്രകാശത്തിൻ്റെ മുന്നിൽ വൂ ആംഗേം ബന്ദ് കിയെ, ആ ഉള്ളിലുള്ള തൻ്റെ ആ പ്രകാശത്തിൻ്റെ മുന്നിൽ അവൻ ആംഗേം ബന്ദ് കിയെ, കണ്ണുകൾ അടച്ചു. മന്ത്രപാട് കർ രഹാദ, മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അചാനക് ഉസേ അസാൻ കി ആവാസ് സുനായി ദി, പെട്ടെന്ന് അവന് അസാൻ, ബാങ്ക് വിളി, പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളിയുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. ഗാവ് കെ സിരെ പർ ഏക് ഛോട്ടി സി മസ്ജിദ് ഥി, ഗ്രാമത്തിൻ്റെ അങ്ങേയറ്റത്ത് ഒരു ചെറിയ മസ്ജിദ്, മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു. ഉസ്നെ ഥോഡീസി ആംഗേം കോൽക്കർ ദേക്ക, അല്പം കണ്ണ് തുറന്നിട്ട്, ഥോഡീസി എന്ന് പറഞ്ഞാൽ അല്പം, ആംഗേം കോൽക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തുറന്നിട്ട് അവൻ നോക്കി. അന്ധേറ കാഫി ഗാഠ ഹോ ഗയാ ഥ, ഇരുട്ട് കാഫി ഗാഠ ഹോ ഗയ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിപ്പിടിച്ച് കഴിഞ്ഞിരുന്നു. മസ്ജിദ് കെ ഏക് കമറെ ബറാബർ ദാലാൻ മേം, ആ മസ്ജിദിൻ്റെ ഒരു മുറി, അത് ബറാബർ ദാലാൻ മേ, ഏകദേശം വരാന്തയിലും ലോക് നമാസ് കെ ലിയെ ഇക്കട്ടെ ഹോനെ ലഗേത്. കമറെ ബറാബർ ദാലാൻ എന്ന് പറഞ്ഞാൽ ആ വരാന്ത ഒരു മുറി പോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അവിടെയും ആളുകളെ നമാസിന് വേണ്ടിയിട്ട് ഇക്കട്ടെ ഹോനെ ലഗേത്, ഒരുമിച്ച് കൂടാൻ തുടങ്ങിയിരുന്നു. ഉസ്കെ ഭീതർ ഏക് ലഹർസിയായി, അവൻ്റെ ഉള്ളിൽ ഒരു തിരമാല ഇങ്ങനെ അടിക്കുന്ന പോലെ, സന്തോഷത്തിൻ്റെ ഒരു തിരമാല വരുന്ന പോലെ അവന് തോന്നി. ഉസ്കെ പൈർ ഠിടക് ഗയെ, കാലുകൾ ഇങ്ങനെ ഠിടക് ഗയെ, സ്തംഭിച്ചു. പൈർ എന്ന് പറഞ്ഞാൽ കാലുകൾ സ്തംഭിച്ചു. ആംഗേം പൂരി ബന്ദ് ഹോ ഗയി, കണ്ണുകൾ പൂർണ്ണമായിട്ടും അടഞ്ഞു. മൻഹിമൻ കഹുഡ, മനസാലേവൻ പറഞ്ഞു. മൻഹിമൻ എന്ന് പറഞ്ഞാൽ മനസാലെ. അവനോട് പറഞ്ഞു, എന്താ? ഈശ്വർ യദി തും ഹോ, അല്ലയോ ഈശ്വര നീയുണ്ട് എങ്കിൽ, യദി തും ഹോ, നീയുണ്ട് എങ്കിൽ, ഓർ മേനെ സച്ചേ മനസ്സെ തുമാരി പൂജ കി ഹേ തോ, ഞാൻ നല്ല മനസ്സോടുകൂടിയാണ്, സച്ചേ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സ്, നല്ല മനസ്സോടുകൂടിയാണ് നിന്നെ പൂജിച്ചിട്ടുള്ളതെങ്കിൽ, മുझे പൈസേ ദോ, എനിക്ക് നീ പൈസ തരൂ. യഹീം, ഇപ്പോൾ, ഈസ് വക്ത്, ഇപ്പോൾ തന്നെ, ഇവിടെ വച്ച് എനിക്ക് പൈസ തരണം എന്ന് അവൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു. ഓ വഹിങ് ഗലിമേം ബൈഠ് ഗയ, അവൻ ആ തെരുവിൽ ബൈഠ് ഗയ, ഇരുന്നു. ഉസ്നെ ജമീൻ പർ ഹാത്ത് രഖ, അവൻ ജമീൻ, ആ തറയിൽ ഹാത്ത് രഖ, കൈകൾ വെച്ചു. ജമീൻ ടണ്ടി തീ, തണുത്തിരുന്നു, തറ തണുത്തിരുന്നു. മഞ്ഞുകാലമായിരുന്നു, അതുകൊണ്ട് തന്നെ തണുത്തിരുന്നു. ഹാത്തോങ്കെ നിജ ഓ ചിക്നാസ മോസൂസ് ഹുവ, അവൻ്റെ ഹാത്തോങ്കെ നിജ, കൈകളുടെ അടിയിൽ ചിക്നാസ മോസൂസ് ഹുവ, എന്തോ ഒരു ചിക്നാസ എന്ന് പറഞ്ഞാൽ സ്നിഗ്ധത, എന്തോ ഒരു തണുപ്പ് മഹസൂസ് ഹുവ, മഹസൂസ് ഹുവ എന്ന് പറഞ്ഞാൽ അനുഭവപ്പെട്ടു. ഉല്ലാസ് കി ബിജലി സി ഉസ്കെ ശരീർ മേ ദൗഡ് ഗയി, ഉത്സാഹത്തിൻ്റെ ഒരു ബിജലി, ഒരു മിന്നൽ പിണർ അവൻ്റെ ശരീരത്തിലൂടെ ദൗഡ് ഗയി, ഓടി എന്ന് പറഞ്ഞാൽ വലിയൊരു ഉത്സാഹം, സന്തോഷം അവനിലൂടെ കടന്നുപോയി. ഉസ്നെ ആംഗേം കോൽക്കർ ദേഖ, അവൻ കണ്ണു തുറന്ന്, ആംഗേം കോൽക്കർ കണ്ണു തുറന്ന് നോക്കി. അന്ധേരേമേ ഉസ്കി ഹത്തേലിമേ, ആ ഇരുട്ടിൽ, അന്ധേര എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഉസ്കി ഹത്തേലിമേ, അവൻ്റെ ഉള്ളൻ കയ്യിൽ, ഹത്തേലി എന്ന് പറഞ്ഞാൽ ഉള്ളൻ കയ്യിൽ, ഏക് അഠന്നി ദമക് രഹി തീ,
ഒരു അഠന്നി, എട്ടണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 പൈസ. ദമക് രഹീതി, തിളങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ഉള്ളം കയ്യിൽ 50 പൈസ ഇരിക്കുന്ന തിളങ്ങുന്നതായിട്ട് അവന് തോന്നി. ഓ മൻ ഹി മൻ ഈശ്വർ കെ ചരണോമേ ലോട്ട് ഗയ, അവൻ മനസ്സാലെ ഈശ്വരൻ്റെ കാൽപാദങ്ങളിൽ ലോട്ട് ഗയ, ഉരുണ്ടു, മനസ്സുകൊണ്ടവൻ ഉരുണ്ടു ഭഗവാന്റെ ഈശ്വരൻ്റെ ചരണങ്ങളിൽ. ഖുഷി കെ സമുദ്രമേ ചൂൾനെ ലഗ, സന്തോഷത്തിൻ്റെ സമുദ്രത്തിൽ അവൻ ആറാടി എന്ന് പറഞ്ഞാൽ അവനിൽ അത്യധികം സന്തോഷം ഉണ്ടായി. ഉസ്നെ ഉസ് അഠന്നി കോ ബാർ ബാർ നിഹാര, അവനായ എട്ടണ ബാർ ബാർ നിഹാര, വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കി. അവന് ഉറപ്പ് വരുന്നില്ല, അവൻ വീണ്ടും വീണ്ടും നോക്കി. ചൂമ, അതിനെ ചുംബിച്ചു. മാഥേസെ ലഗായ, നെറ്റിയിലിങ്ങനെ ചേർത്ത് വെച്ചു. സന്തോഷം കൊണ്ടാണ് ഈ ചെയ്യണമൊക്കെ. ക്യോങ്കി വോഹേ അഠന്നി ഹി നഹീതി, എന്തുകൊണ്ടെന്നാൽ അതൊരു എട്ടണയായിരുന്നില്ല അവനെ സംബന്ധിച്ചിടത്തോളം. ഉസ് ഗരീബി പർ, ആ ദരിദ്രൻ്റെ മേല് ഈശ്വർ കി കൃപാധി, ഈശ്വരൻ്റെ കൃപയായിരുന്നു എട്ടണ. കാലങ്ങളായിട്ട് ആഗ്രഹിച്ച ആ കാര്യം സാധിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷമായിരുന്നു. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമായിരുന്നു ഈശ്വരൻ്റെ. ഉസ്കി സാരി പൂജ, അവൻ്റെ എല്ലാ പൂജകളും, ഓർ സച്ചായിക്ക, അവൻ്റെ എല്ലാ സത്യസന്ധതയ്ക്കും, ഈശ്വർ കി ഓർ സെ ഇനാം ഥ, ഈശ്വരൻ്റെ പക്കൽ നിന്നുള്ള ഇനാം, സമ്മാനമായിരുന്നു അത് അവനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അത് ഒരു വെറും എട്ടണയായിരുന്നില്ല, മറിച്ച് ഈശ്വരൻ്റെ അനുഗ്രഹമായിട്ടാണ് അവനത് തോന്നിയത്. ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ. വോഹേ അഠന്നി ഹി നഹീതി ഉസ് ഗരീബ് പർ ഈശ്വർ കി കൃപാധി ഏസ ക്യോം കഹാ ഗയ, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള ശർക്കര വാങ്ങാനായിട്ടുള്ള പണമില്ലായ്മയായിരുന്നു. അമ്മയ്ക്ക് സഹായിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അവൻ മനസ്സാലെ ഈശ്വരനോട് അഭ്യർത്ഥിക്കുന്നതും അവന് എട്ടണ കിട്ടുന്നതും. അപ്പോൾ അവനെ സംബന്ധിച്ചോളം അതുകൊണ്ട് ആ എട്ടണ ഒരു എട്ടണ മാത്രമായിരുന്നില്ല, അത് ഈശ്വരൻ്റെ ഒരു കൃപയായിരുന്നു, അവൻ്റെ മേലുള്ള ഒരു അനുഗ്രഹമായിട്ട് അവന് തോന്നിയത്. ഈശ്വർ ജറൂർ ഹേ, ഈശ്വരൻ തീർച്ചയായിട്ടുമുണ്ട്. ഉസ്കാ മൻ ചില്ലാന ലഗ, അവൻ്റെ മനസ്സ് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി. ചില്ലാന എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ പറയുക. ഭഗവാൻ മൈ തുമാറാ ബഹോത് ഛോട്ടാ സാ സേവക് ഹൂം, അല്ലയോ ഭഗവാനെ, ഞാൻ തുമാര, നിൻ്റെ, ബഹോത് ഛോട്ടാ സാ സേവക് ഹൂം, ഒരു എളിയ സേവകനാണ്. മൈ സാരാ ജീവൻ തുമാരി ഭക്തി കറൂങ്ക, എൻ്റെ ജീവിതം മുഴുവൻ, സാരാ ജീവൻ എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവനും, തുമാരി ഭക്തി കറൂങ്ക, നിന്നെ ഞാൻ ഭജിക്കും. മുझे കഭി മത് ബിസ്റാന, എന്നെ ഒരിക്കലും നീ മത് ബിസ്റാന, മറക്കരുത്. ഞാൻ നിൻ്റെ ഉത്തമ ഭക്തനായിട്ട് നിന്നെ ആജീവനാന്തം ഞാൻ നിന്നെ ഭജിക്കുന്നതായിരിക്കും. ഉൾട്ടേ സീതേ ശബ്ദോ മേം ഉസ്നെ മൻ ഹി മൻ കഹ, അവന സന്തോഷം കൊണ്ട് എന്തൊക്കെയോ അവൻ ആ ഉൾട്ടേ സീതേ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു രീതിക്ക് അവൻ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു. ഒരു ബാസാർ കി തറഫ് ദൗഡ് പട, എന്നിട്ട് അവൻ ഇത് പറഞ്ഞിട്ട് ബാസാർ കി ഓർ, ചന്തയിലേക്ക് അവൻ ഓടുകയാണ്. അഠന്നി ഉസ്നെ ജോർ സെ ഹഥേലി മേൻ ദബാ രഖി തി, ആ എട്ടണ അവൻ ജോർ സെ ശക്തിയായിട്ട് ഹഥേലി മേൻ ദബാ രഖി തി, ആ ഉള്ളം കയ്യിൽ ഇങ്ങനെ ദബാ രഖി തി, അമർത്തി പിടിച്ചിരുന്നു, അത് പോകാതിരിക്കാൻ വേണ്ടി. ജബ് വോ ദുകാൻ പർ പഹുഞ്ച, അവൻ കടയിലെത്തിയപ്പോഴത്തേക്കും തോ ലാൽട്ടൻ ജൽ ചുക്കി തി, ലാൽട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാന്തൽ, പണ്ടൊക്കെ ലൈറ്റൊക്കെ കണ്ടുപിടിക്കണതിന് ആ ഒരു വൈദ്യുതിയൊക്കെ എത്തുന്നതിന് മുമ്പ് റാന്തൽ വിളക്കുകളായിരുന്നു കടകളിലൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ റാന്തൽ വിളക്ക് തെളിഞ്ഞു തുടങ്ങിയിരുന്നു, കാരണം ഇരുട്ടായി. പൻസാരി ഉസ്കെ സാമനെ ഹാത്ത് ജോഡെ ബൈഠാ ഥാ, പൻസാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലചരക്ക് കടക്കാരൻ. ആ റാന്തലിൻ്റെ മുന്നിൽ കൈകൾ കൂപ്പിയിട്ടിരിക്കുകയായിരുന്നു. ഹാത്ത് ജോഡെന്ന് കൈകൾ കൂപ്പുക. തോടി ദേർമേ ഉസ്നെ ആംഗേം കോലി, അല്പസമയത്തിനുള്ളിൽ തന്നെ അയാൾ കണ്ണു തുറന്നു. ഓർ പൂച്ച, എന്നിട്ട് ചോദിച്ചു ഇവനോട്, ക്യാ ചാഹിയേ, എന്തു വേണം? നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ കടക്കാരൻ നമ്മളോട് ചോദിക്കില്ല എന്താ വന്നത്, എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കില്ല, അതേപോലെ അവനോടും ചോദിച്ചു. ഉസ്നെ ഹഥേലി മേൻ ചമക്തി അഠന്നി ദേഖി, അവൻ്റെ കൈകൾ ഉള്ളം കയ്യിൽ ഇങ്ങനെ ഇരുന്ന് തിളങ്ങുന്ന
ആ 8 നോക്കിയിട്ട് ഓർ ബോല അവൻ പറഞ്ഞു 8 അണേക്ക സഫേദ് ഗുഡ് 8 വെള്ള ശർക്കര തരുമെന്ന് പറഞ്ഞു. कहकर उसने गर्व से 8 पंसारी की तरफ ഗദ്ദി पर फेंकी. ഇത് പറഞ്ഞിട്ട് അവൻ വളരെ അഭിമാനത്തോടുകൂടി, ഗർവ്സെ എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടു കൂടിയിട്ട് ആ 8 ഈ പൻസാരിയുടെ, ഈ പലചരക്കടക്കാരൻ്റെ തറഫ്, അയാളുടെ ഭാഗത്തേക്ക് ഗദ്ദി പർ ഫേങ്കി, അയാളുടെ ഇരിപ്പിടത്തിലേക്ക് എറിഞ്ഞു കൊടുത്തു. ഇങ്ങനെ അത്രയ്ക്ക് ആവേശമായി, കയ്യിൽ കൊടുക്കാനുള്ള ക്ഷമയൊന്നുമില്ല, എറിഞ്ഞു കൊടുത്തു. ഫേങ്കി എറിഞ്ഞു. പർ ഓ ഗദ്ദി പർ നഗർ, പക്ഷേ അവൻ എറിഞ്ഞ ആ 8 ഈ ഇരിപ്പിടത്തിൽ വീണില്ല. ഗിർന എന്ന് പറഞ്ഞാൽ വീഴുക. അപ്പോൾ വീഴാതെ, നഗർ വീഴാതെ, ഉസ്കെ സാമനെ രഖെ, അയാളുടെ മുന്നിൽ വച്ചിരുന്ന, ഈ കടക്കാരൻ്റെ മുന്നിൽ വച്ചിരുന്ന ധനിയേക്ക് ഡിബ്ബേമേ ഗിർ ഗയി, മല്ലിയുടെ ഡിബ്ബ പാട്ടയിലേക്ക് വീണു. അയാളുടെ ഇരിപ്പിടത്തിലേക്ക് ഇട്ട് കൊടുത്ത പണം ഈ മല്ലിപ്പാത്രത്തിലാണ് വീണത്. പൻസാരിനെ ഉസേ ഡിബ്ബേമേ ടട്ടോല, ഈ കടക്കാരൻ എന്ത് ചെയ്തു, അത് ആ കൊത്തമല്ലിയുടെ ആ ഡിബ്ബയിൽ അതിന് ടട്ടോല പരതി നോക്കി, ഇങ്ങനെ ഇട്ട പൈസ തപ്പി നോക്കി. പർ ഉസ്മേ 8 നഹി മിലി, പക്ഷേ അയാൾക്ക് അതിൽ നിന്ന് 8 കിട്ടിയില്ല. ഏക് ഛോട്ടാസാ ഖപ്പട, പകരം എന്താ കിട്ടിയതിനകത്ത് നിന്ന് ഒരു ചെറിയ ഖപ്പട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനുസമുള്ള ഒരു കല്ലാണ് കിട്ടിയത്. ജറൂർ ഥ, അതാണ് തീർച്ചയായിട്ടും അതാണ് ഉണ്ടായിരുന്നതിനകത്ത്. ജിസെ പെൻസാരിനെ നിക്കാൽക്കർ ഫേങ്ക് ദിയ, അതെടുത്തിട്ട് പെൻസാരി ഫേങ്ക് ദിയ, എറിഞ്ഞ് കളഞ്ഞു. അപ്പോൾ 50 പൈസ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് 50 പൈസ തപ്പിയിട്ട് ആ പാട്ടയിൽ കിട്ടിയില്ല, പകരം ഒരു മിനുസമുള്ള കല്ലാണ് കിട്ടിയത്, അത് അയാൾ എടുത്ത് കളഞ്ഞു. ഉസ്കാ ചേഹറ ഏക്ദം സേ കാല പട് ഗയ, ഈ കുട്ടിയുടെ ചേഹര, മുഖം, ഏക്ദം സേ ഒരു പെട്ടെന്ന്, ഏക്ദം സേ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, കാല പട് ഗയ കറുത്തിരുണ്ടു പോയി. സിർ ഘൂം ഗയ, തല ചുറ്റി, ജൈസെ ശരീർ കാ സാരാ ഖൂൻ നിക്കൽ ഗയാ ഹോ, ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്നു പോയ പോലെ അവന് തല ചുറ്റുന്ന പോലെ തോന്നി. ആങ്കേം ചൽച്ചല ആയി, കണ്ണുകൾ ചൽച്ചല ആയി, നിറഞ്ഞു തുളുമ്പി. കഹാം ഗയി 8, 8 എവിടെ പോയി? പൻസാരിനെ ഭി ഹൈരത് സെ കഹ, ഈ കടക്കാരൻ ഹൈരത് സെ കഹ, ആശ്ചര്യത്തോടുകൂടി പറഞ്ഞു. 8 എവിടെയാണ് പോയത്? അവർ ആകെ അങ്കലാപ്പിലായി. ഉസേ ലഗ ജൈസെ വോ റോ പടേക, അവന് തോന്നി, എന്ത് തോന്നി? ഓ റോ പടേക, കരയും എന്ന് തോന്നി, കരച്ചിലിൻ്റെ വക്കിലെത്തി. ദേഖ്തേ ദേഖ്തേ, അങ്ങനെ കാണെ സബ്സെ താക്കത്വർ ഈശ്വർ കി ഉസ്കെ സാമനെ മൗത്ത് ഹോ ഗയി തി, ഏറ്റവും സർവശക്തനായിട്ടുള്ള ഈശ്വരൻ അവൻ്റെ മുന്നിൽ മരണപ്പെട്ടതായിട്ട്, ഈശ്വരൻ ഇല്ലാത്തതായിട്ട് അവന് തോന്നി. ഉസ്നെ മരേ ഹാത്തോം സെ, അവൻ മരിച്ച കൈകൾ കൊണ്ട്, അവൻ്റെ ശരീരമൊക്കെ വിറങ്ങലിച്ചു. അപ്പോഴത്തേക്കും ജേബ് സെ പൈസ നിക്കാലെ, ആ തൻ്റെ പോക്കറ്റിൽ നിന്ന് അവൻ പൈസ എടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അതന്നെ, നമക് ലിയ ഔർ ജാനെ ലഗ, ഉപ്പിന് കൊണ്ടുവന്നിരിക്കുന്ന പൈസ എടുത്തു കൊടുത്തു. എന്നിട്ട് ഉപ്പ് വാങ്ങി പോകാൻ തുടങ്ങി. ദുകാൻദാറിനെ ഉസേ ഉദാസ് ദേക്കർ കഹ, അവൻ ഉദാസ്, ദുഃഖിതനായി കണ്ടപ്പോൾ ദുകാൻദാർ പറഞ്ഞു, ഈ കടക്കാരൻ പറഞ്ഞു, ഗുഡ് ലേലോ, ശർക്കര എടുത്തോളൂ, പൈസ ഫിർ ആ ജായെങ്കെ, പൈസ പിന്നെ തന്നാലും മതി. നഹി, വേണ്ട. ഉസ്നെ കഹ ഔർ റോപട, അവൻ പറയുകയും ഉടൻ തന്നെ അവൻ കരയുക. അപ്പോൾ കരച്ചിൽ വന്നു, കരഞ്ഞുപോയവൻ, കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് വേണ്ടാന്ന്. അച്ഛാ പൈസ മത്തേന, കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോഴത്തേക്കും കടക്കാരന് ആകെ വിഷമമായി. അയാൾ പറഞ്ഞു, ശരി, അന്ന് നീ പൈസയൊന്നും തരണ്ട, മേരി ഓർസെ തോടാസ ഗുഡ് ലേലോ, എൻ്റെ വകയായിട്ട് നീ കുറച്ച് ശർക്കര എടുത്തോളൂ. ദുകാൻദാറിനെ പ്യാർ സേ കഹ, വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഈ കടക്കാരൻ പറഞ്ഞു. ഔർ ഏക് ടുക്കട തോടുക്കർ ഉസേ ദേനെ ലഗ, ഒരു കഷ്ണം, ടുക്കട എന്ന് പറഞ്ഞാൽ കഷ്ണം, തോടുക്കർ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ച്, ഈ ശർക്കര ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് അവന് കൊടുക്കാൻ തുടങ്ങി. ഉസ്നെ മുഹ് ഫിറാലിയ, കുട്ടി എന്ത് ചെയ്തു? മുഹ് ഫിറാലിയ, മുഖം തിരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവനത് ഇഷ്ടപ്പെട്ടില്ല. ഔർ ചൽദിയ, നടന്നുപോയി അവൻ മേടിച്ചില്ല അത്.
ഉസ്നെ ഈശ്വർ സെ മാങ്കാത. അപ്പോൾ കുട്ടി ആരോടാണ് ആവശ്യപ്പെട്ടിരുന്നത്? ഈശ്വർ സെ, അവൻ ഈശ്വരനോടാണ് ആവശ്യപ്പെട്ടിരുന്നത്. മാങ്കന എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക. ദുകാൻദാർ സെ നഹി, കടക്കാരനോടല്ല. ദൂസറോ കി ദയാ ഉസെ നഹി ചാഹിയ, മറ്റുള്ളവരുടെ ദയ അവൻ ആഗ്രഹിച്ചില്ല, അവൻ അത് പ്രതീക്ഷിച്ചിരുന്നില്ല, അവനത് വേണ്ട. ഈശ്വരൻ തന്നോട് ദയുണ്ടായാൽ മതി എന്നാണ് അവൻ ആഗ്രഹിച്ചിരുന്നത്. ലേക്കിൻ അബു ഈശ്വർ സെ കുച്ച് നഹി മാങ്ത, പക്ഷേ അവൻ ഇപ്പോൾ ഈശ്വരനോട് ഒന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ കുട്ടിയുടെ മനസ്സാണ് അവന് ഒരു നിരാശ വന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടി വിചാരിച്ചാൽ മതി, എന്താണ്, ഈശ്വരൻ കടക്കാരൻ്റെ രൂപത്തിൽ വന്ന് തരുന്നതെന്ന് വിചാരിച്ച് മേടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അവൻ അതോടെ ഈശ്വരവിശ്വാസം നഷ്ടപ്പെട്ടു. ഇതാണ് ഈ കഥ. നമുക്കറിയാം, നമ്മളെല്ലാവരും ഈശ്വരവിശ്വാസികളാണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടിയിട്ടായിരിക്കരുത് ഈശ്വരനെ സമീപിക്കേണ്ട എന്നൊരു ഗുണപാഠം കൂടി ഇതുണ്ട്. എല്ലാവരും മനസ്സിലാക്കുക. എന്തായാലും ഒരു കുട്ടിയുടെ മനസ്സിൽ തോന്നിയ വികാരങ്ങളാണ് ഇവിടെ ഒരു കഥയായിട്ട് രൂപാന്തരപ്പെടുത്തിയിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സർവേശ്വർ ദയാൽ സക്സേന. നന്നായിട്ട് പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. നമസ്തേ.